ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഫെലനോസിസ് ഓർക്കിഡാണ്. വീണ്ടും മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെലനോസിസ് ഓർക്കിഡിൽ തൈകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നറിയാൻ, തോന്ന തൈകൾ പറഞ്ഞാൽ എങ്ങനെയെന്നറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അതേപോലത്തെ വേറൊരു പ്ലാന്റ്. ഇത് വൈറ്റ്, നല്ല വലിയ ഫ്ലവറാണ്. ഇതിൽ വന്നിട്ടുള്ള പൂങ്കൊലകളാണ്. ഇത് കണ്ടിട്ട് സന്തോഷം, നല്ല ഭംഗി. എനിക്ക് ഇത്രയും നാൾ ഇതുവരെ വന്നിട്ടില്ല. 3, 4 പൂങ്കൊലയൊക്കെ വന്നിട്ടുള്ളൂ. ഏറ്റവും കൂടിപ്പോയി അത്രയാണ് എനിക്ക് മിനിമം വന്നിട്ടുള്ള. ഇപ്പോൾ എൻ്റെ ഈ ചെടിയിൽ എത്ര പൂങ്കൊല വന്നിട്ടുണ്ടെന്ന് ഞാൻ ഒന്ന് കാണിക്കാമേ. ഞാൻ പറയാം എത്ര എണ്ണം ഉണ്ടെന്ന്. ഞാൻ 12 പൂങ്കൊല. ഈ 12 പൂങ്കൊലയും ഒരു പ്ലാന്റ്സിലാണ്, ഒരു ചെടി. കണ്ട, എൻ്റെ ചുവടൊക്കെ അങ്ങ് 2 ഇത് ഇട്ടിട്ട് ഹാങ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. 2 ഇത് ഇട്ടിട്ട്, അല്ല അതിൽ നിൽക്കില്ല. ഇനി ഇത് മാറ്റി കൊടുക്കാനുള്ള സമയമായി. ഇനിയിപ്പോൾ ഇതെല്ലാം ഫ്ലവർ ആകുമ്പോൾ ഇത് ഭയങ്കര വെയിറ്റ് ആവും. ഇത് താങ്ങൂല. അതിനെ മാറ്റി എന്തെങ്കിലും ചെയ്യണം. ഇത് കണ്ട 12 പൂങ്കൊലയുണ്ട്. ഇതെല്ലാം കൂടെ ഫ്ലവറായി വിരിയുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഞാൻ അപ്പോഴും വീഡിയോ ആയിട്ട് വരും. ഇപ്പോഴും ഞാൻ കാണിച്ചു തരാമേ. എൻ്റെ ഓർക്കിഡിൻ്റെ ഭംഗിയൊന്ന് നോക്കിക്കേ. ഇത് പഴയതാണ്. മദർപ്ലാൻ ആദ്യം വന്ന അതിൻ്റെ പൂങ്കൊല വന്നിട്ട് ആ ഭാഗം ഞാൻ കട്ട് ചെയ്യാതെ നിർത്തിയത്. ചിലപ്പോൾ നമുക്ക് തൈയായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്, ചിലപ്പം പൂങ്കൊലയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത്. അതിൻ്റെ ഈ തണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 1 മാസം ആയതേ ഉള്ളൂ ഫ്ലവർ തീർന്നിട്ട്. അതിലിപ്പം പൂക്കളില്ല. അതിനോട് ചേർന്നിട്ടുള്ള അടുത്ത ഇതിൽ തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. എന്താ, ഇതൊന്നുണ്ട്, ഇവിടെ 2, ഇതാ ഇവിടെ അങ്ങറ്റം വീണ്ടും ഉപയോഗിക്കുന്നുണ്ട. ഇതുണ്ട് 3, ഇതാ ഇവിടെ 4, അടുത്തത് 5, 6, 7, ഇവിടെ ഒരെണ്ണം 8, ഇത് കണ്ട 9, 10, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന 11, ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു 11, ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണമുണ്ട് 12 പൂങ്കൊലയായിട്ട് നിൽക്കണേനെ. എൻ്റെ സുന്ദരി, നല്ല ഭംഗിയില്ലേ. ഞാൻ ഇതിന് വളമായിട്ട് NPK കൊടുക്കണതിന് പോയിട്ട് പച്ചക്കറിയുടെ വേസ്റ്റ്, പഴത്തൊലിയും അങ്ങനെയൊക്കെയുള്ള വേസ്റ്റ് വർണ്ണമുണ്ടല്ലോ, അതെല്ലാം ഇപ്പോൾ എല്ലാവരും ചെയ്യണതാണത്. ഞാനും വീഡിയോയിൽ കണ്ടിട്ട് തന്നെയാണ് ഞാനും അത് ചെയ്യണത്. ഇട്ട് വച്ചിരുന്നിട്ട് അതിൻ്റെ തെളിയെടുത്തൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പ്ലാന്റിൽ എനിക്ക് തൈ അങ്ങനെ പറഞ്ഞില്ല. തൈ എനിക്ക് ഇടയ്ക്ക് എങ്ങാനും 2 എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്, അത്ര തന്നെ. ഇതിൽ പക്ഷെ പൂങ്കൊലയാണ് പറഞ്ഞത്. നല്ല ഭംഗിയായിട്ട് പൂങ്കൊലയായിട്ട് വരും. ഇത് ആൾക്കാർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് പ്ലാസ്റ്റിക്കാണ്, ബട്ടർഫ്ലൈ ആണൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ പറയും. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് കണ്ട എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഫെലനോസിസ് ഓർക്കിഡ് വാങ്ങിച്ച് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പരിപാലിക്കണം. നമുക്ക് ഏത് പ്ലാന്റ് വാങ്ങിച്ചാലും നമ്മളെന്ന് പെട്ടെന്നങ്ങ് പോകും. ഇത് ഇത്തിരി റേറ്റുണ്ട് ഈ പ്ലാന്റ്, എന്നാലും നമുക്ക് നമ്മളെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്നും ഫ്ലവർ വന്നുകൊണ്ടേയിരിക്കും. ഇതെപ്പോഴും ഫ്ലവറാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ട് മാത്രമാണ് എനിക്ക് ഫ്ലവർ ഇല്ലാതിരുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇതിലുണ്ടായിരുന്നത് കുറച്ച് 2 പൂവാന്തുണ്ടായിരുന്നത് ഈ ഇടയ്ക്കാണ് പൊഴിഞ്ഞു പോയിട്ട് അത് കണ്ട നീണ്ട് അവിടെ നിന്നേ വന്നിരിക്കുന്നതാണ്. അതിലും ഉണ്ട്. ഇതിന് നീണ്ട് നിലത്തെത്തുമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കുണ്ട്. എൻ്റെ എന്നെ കമ്പയർ ചെയ്യുന്ന ഇതിലാവുമെന്ന് അറിഞ്ഞൂടാ. അത്രയ്ക്ക് എനിക്ക് സന്തോഷം. അടക്കാൻ പറ്റണില്ല കേട്ടോ. ഇത്രയും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇട്ടതെന്ന് ഇത്രയും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം. സാബ് ഇടയ്ക്കൊന്ന് കൊടുക്കണം. സാബ് കൂടെ ഒന്ന് അതിൻ്റെ തെളി തളിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ഈ പൂക്കളും ഒക്കെ പൂവും ഒക്കെ ഭയങ്കര വണ്ട് ശല്യമാണ്. വണ്ടും വിട്ടിൽ കണക്കുള്ള പുച്ചാടി കണക്കുള്ള സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ വന്ന് ഇതിനെ കട്ട് ചെയ്ത് കഴിക്കും. അപ്പം നമുക്ക് ഫ്ലവറായി കിട്ടൂല. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് പ്ലാന്റുകൾ നടാൻ നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ
എൻ്റെ പൂക്കൾ, ഓർക്കിഡ് പൂക്കൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുമോ? കമൻറ്റ് ചെയ്യണം. ലൈക്ക്, പൂക്കൾ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതെല്ലാം ഫ്ലവർ ആകുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരാമേ. ഓക്കേ.